സമസ്തയുടെ 90ാമത്തെ വാർഷിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ 100ാം വാർഷിക സമ്മേളനം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ 100ാം വാർഷികം 2026 നടത്തുകയാണ്. അതിനെ ഞാൻ പ്രഖ്യാപിക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈദരലി ശിഹാബ് തങ്ങൾ ആലപ്പുഴയിൽ വെച്ചുകൊണ്ട് 90ാം വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് പറയുമ്പോൾ അതിൻ്റെ മുമ്പൊരു കാര്യം പറഞ്ഞു. സമസ്ത ഒന്നേ ഉള്ളൂ, ഒരേ സമസ്തയാണ്. അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദ് നേതൃത്വം നൽകിയ, ശംസുൽ ഉലമായി നേതൃത്വം നൽകിയ അതേ സമസ്തയാണ്, ഒരേ സമസ്തയാണ് ഉള്ളതെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ 100ാമത്തെ വാർഷികം 2026 നടത്താൻ വേണ്ടിയുള്ള ആ കാര്യം ഞാനിവിടെ പ്രഖ്യാപിക്കുന്നു എന്ന് ഹൈദരലി ശിഹാബ് തങ്ങൾ ലക്ഷക്കണക്കിൽ മുഅ്മിനീങ്ങളെ സാക്ഷി നിർത്തിയും കൊണ്ട് അവിടെ പ്രഖ്യാപിച്ചു. അപ്പോൾ ആ സമസ്ത ഹഖിൻ്റെ പാതയാണ്. അതിൻ്റെ കൂടെ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ടത് നമ്മളെല്ലാവരുടെയും കർത്തവ്യമാണ്. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിൻ്റെ അനുയായികൾ, ശംസുൽ ഉലമായുടെ അനുയായികൾ, നന്ദി ദാറുസ്സലാമിൻ്റെ വിദ്യാർത്ഥികൾ, അതുപോലെ പട്ടിക്കാട് ജാമിഅ നൂരിയയിൽ നിന്ന് ബിരുദമെടുത്ത പണ്ഡിതന്മാർ, അതുപോലെ സമസ്തയുടെ ഓരോ സ്ഥാപനത്തിൽ നിന്നും ബിരുദമെടുത്ത പണ്ഡിതന്മാർക്കുള്ള കർത്തവ്യമാണ് ആ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിൽക്കൽ. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ എന്ത്? സമസ്തയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥമെന്ത്? ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നുകൊണ്ടൊരു ഫോട്ടോ എടുക്കൽ, അതാണോ സമസ്തയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? സമസ്തയുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ സമസ്തയുടെ നേതാക്കൾ വരുമ്പോൾ അവരെ കൂടെ എവിടെയെങ്കിലും ഇരുന്നിട്ട് എവിടെയെങ്കിലും ഫോട്ടോ എടുത്തിട്ട് ഞാൻ സമസ്തയുടെ ആളാണ് എന്ന് പറയലല്ല. സമസ്തയുടെ ആൾ എന്ന് പറഞ്ഞാൽ സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ ഏറ്റവും വലിയ ഒരു സംഘടനയാണ് സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ മുഷാവറ. ആ മുഷാവറ തീരുമാനിച്ച കാര്യങ്ങൾ അംഗീകരിക്കൽ, അതാണ് സമസ്തയുടെ പ്രവർത്തകൻ എന്നതിൻ്റെ തെളിവ്. ഞാൻ സമസ്തക്കാരനാണ്.